പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്നേക്ക് ഒരു വർഷം. 2025 മെയ് 7 പുലർച്ചെ 1:05 കര നാവിക വ്യോമസേനയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാനും പാക് അധീന കശ്മീരിലുമായി 9 കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയത്. പ്രതികാരം എന്നത് ഒരു വാക്കല്ല, അതൊരു വികാരമായിരുന്നു. തിരഞ്ഞുപിടിച്ച് നമ്മുടെ 26 സഹോദരങ്ങളുടെ ജീവൻ എടുത്തതിലുള്ള പ്രതികാരം. ഏപ്രിൽ 22 പഹൽഗാമിലെ ബൈസ്രൺ താഴ്വരയിലെ കളിച്ചിരികൾക്കിടയിലേക്ക് അപ്രതീക്ഷിതമായായിരുന്നു വെടിയൊച്ചകൾ ഉയർന്നത്. ഹിമാലയൻ താഴ്വരയുടെ ശാന്തതയെ കീറിമുറിച്ച ആ വെടിയൊച്ചകൾ നിലച്ചത് 26 നിരപരാധികളുടെ ജീവനെടുത്തുകൊണ്ടായിരുന്നു. സ്വന്തം മണ്ണിൽ വിരുന്നുകാരെ കൊലപ്പെടുത്തിയ ഭീരുത്വത്തിനു മുന്നിൽ ഇന്ത്യ അന്ന് വിറങ്ങലിച്ചു നിന്നില്ല. മറിച്ച് ആ ചോരത്തുള്ളികൾക്ക് സാക്ഷിയായി നിന്നുകൊണ്ട് പ്രതിജ്ഞയെടുത്തു, തങ്ങളുടെ സഹോദരിമാരുടെ കണ്ണുനീരിന് കൃത്യമായ പ്രഹരം നൽകുമെന്ന്. ചതിയുടെ ഏപ്രിൽ 22 പ്രതികാരമായി അതിരുകൾ ലംഘിച്ചവർക്ക് അന്തകനായി മാറിക്കൊണ്ട് നമ്മുടെ സൈനികർ മറുപടി നൽകി. ഓപ്പറേഷൻ സിന്ദൂർ. ഇതൊരു വെറും സൈനിക നീക്കം മാത്രമായിരുന്നില്ല. ശത്രുവിന്റെ കോട്ടകളിൽ കയറി അവർ പോറ്റി വളർത്തുന്ന ഭീകരതയുടെ വേരറുത്ത കൃത്യമായ ആക്രമണം. അതിർത്തി കടന്നെത്തിയ ഇന്ത്യൻ കരുത്തിന് മുന്നിൽ ശത്രുപാളയങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. 9 കേന്ദ്രങ്ങൾ, ഓരോന്നും ചാമ്പലായി. പഹൽഗാമിലെ ആ 26 ജീവനുകൾക്ക് ഇന്ത്യ നൽകിയ നീതിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. കര വ്യോമ നാവികസേനകളുടെ സമാനതകളില്ലാത്ത ഏകോപനമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കണ്ടത്. ആകാശത്ത് ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ പാക് റഡാറുകളെ നിഷ്പ്രഭമാക്കിയപ്പോൾ അതിർത്തി കടന്ന ഇന്ത്യൻ കരസേനയുടെ സ്പെഷ്യൽ ഫോഴ്സ് ശത്രുവിന്റെ കോട്ടകൾ തകർത്തെറിഞ്ഞു. വടക്കൻ അറബിക്കടലിൽ വിമാനവാഹിനി കപ്പലുകളുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാവികസേന നടത്തിയ കരുത്തുറ്റ വിന്യാസം പാകിസ്ഥാൻ നാവികസേനയെ അവരുടെ തുറമുഖങ്ങളിൽ തന്നെ തളച്ചിടാൻ പ്രേരിപ്പിച്ചു. 4 ദിവസങ്ങൾ നീണ്ടുനിന്ന കടുത്ത ഇന്ത്യൻ ആക്രമണങ്ങൾക്കൊടുവിൽ ലാഹോറിലെയും ഗുർജൻവാലയിലെയും റഡാർ സംവിധാനങ്ങൾ തകർന്നതോടെ മറ്റൊരു വഴിയില്ലാതെ പാകിസ്ഥാൻ വെടിനിർത്തലിന് അപേക്ഷിക്കുകയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ വെറുമൊരു പേരല്ല, അത് ശത്രുവിന്റെ നെഞ്ചിൽ ഇന്ത്യ വരച്ച ചുവന്ന രേഖയാണ്. ഒരിക്കലും കടക്കരുതാത്ത, കടന്നാൽ തിരിച്ചുവരവില്ലാത്ത മരണത്തിന്റെ ചുവപ്പ് രേഖ. ന്യൂസ് ഡെസ്ക്, അമൃത TV.